നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയിൽ ഉണ്ടായ വലിയൊരു മാറ്റമാണ് ചോദ്യഘടന. അതായത് +1 രസകരമായ ഒരു ചോദ്യം. ഞാൻ വലിയ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോർന്നു, +1 മാത്സിൻ്റെ ചോദ്യങ്ങൾ ചോർന്നു. +1 മാത്സിൻ്റെ ചോദ്യങ്ങൾ ചോർന്നിട്ട് പോലും ഇവിടെ കുട്ടികളെല്ലാം തോപ്പി കിട്ടു. അന്നേരം ചോദ്യഘടനയിലുള്ള ഭയങ്കരമായ മാറ്റം ഇപ്പം ഗവൺമെൻറ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കുറേ അധ്യാപക വിഭാഗം പറയുന്നത്, ഈ ചോദ്യങ്ങൾ നിലവാരമുള്ളതാക്കി അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരുമെന്നാണ്. ഈ നമ്മൾ പറയത്തില്ലയോ, കതിരെ കൊണ്ടുവന്ന് വളം വെക്കരുത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഏതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. ക്രിസ്മസ് പരീക്ഷയ്ക്കാണോ ഈ മോഡൽ ഇത്രയും മാറ്റങ്ങൾ, ചോദ്യഘടനയിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയിട്ട് കുട്ടികളെ പരീക്ഷണാവസ്ഥകളാക്കുന്നത്? ഒന്നാമത് +2 പിള്ളേർ എനിക്കൊന്ന് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരീക്ഷയ്ക്ക് ടൈം ടേബിളിൽ പഠിക്കാനുള്ള സമയമില്ല. ഓരോ ദിവസങ്ങൾ പോലും ഇല്ല. ഒരു ദിവസമൊക്കെയാണ് ഫിസിക്സിനും ബയോളജിക്കും ഒക്കെ. മാത്സിൻ്റെ ലാബ് എങ്ങും തൊടാത്ത രീതിയിൽ മാത്സിൻ്റെ ലാബിന് ഇന്നേ വരെ ഇല്ലാത്ത കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ലാബിൻ്റെ രീതികൾ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല. അത് 2025 മാർച്ചിൽ ഇമ്പ്രൂവ്മെൻറ്റ്, ഈ ദിവസങ്ങൾ ഗ്യാപ്പ് ഇല്ലാത്തപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റൂടെ കയറ്റി അവരെ ഒന്നുകൂടെ ഗംഭീരമാക്കി തകർത്ത് കളഞ്ഞേക്കുകയാണ്. ഇങ്ങനെ എല്ലാ രീതിയിലും ദ്രോഹിക്കാവോ അതെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇത് രക്ഷകർത്താക്കളോടെ കണ്ടിരിക്കണം. കുട്ടികളെ ഡിപ്രഷനാക്കി അല്ലെങ്കിൽ കുട്ടികളെ വഴക്ക് പറയേണ്ട ആവശ്യതയില്ല. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ സമഗ്രമായ പരാജയമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം എളുപ്പത്തിൽ നടത്തുന്ന പരീക്ഷകൾ, ഒരു കാര്യമില്ലാത്ത മാത്സ് ലാബിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ എന്തും വേണ്ടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവർക്ക് ഇപ്പോൾ ഇതെല്ലാം പഠിക്കണം, പ്രാക്ടിക്കലി ചെയ്യണം, റെക്കോർഡ് എഴുതണം. ഇതെല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ എന്തും വേണ്ടി ടെൻഷനാണ് കുട്ടികൾ എത്തിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിലാണ് ക്രിസ്മസ് പരീക്ഷ മുതൽ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളയ്ക്കുകയാണ്. ചോദ്യഘടനയിൽ മാറ്റം വരുത്തിയിട്ട് കുട്ടികൾ ഉന്നത നിലവാരത്തിൽ വരണം. ഇത് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടാണ് ഞാനിത് പറയുന്നത്, ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുന്നു, അന്നേരം അധ്യാപകരെ അറിയിക്കുന്നു, സർക്കുലർ ഇറക്കുന്നു, വിദ്യാർത്ഥികളെ അറിയിക്കുന്നു, എന്നിട്ട് അതിനെ ആ രീതിയിൽ പഠിപ്പിച്ചു പോകും. ഈ അധ്യാപകർ ഈ പറയുന്ന അധ്യാപകരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതിനകത്ത് കേരളത്തിൽ എത്ര അധ്യാപകർ ഈ രീതിക്ക് അനുസരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്? പുത്തൻ രീതിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പുത്തൻ ചോദ്യഘടനയ്ക്ക് അനുസരിച്ച് പഠിപ്പിച്ചു? ഒന്നുമില്ല. പല സ്കൂളുകളിലും, കേരളത്തിലെ പല സ്കൂളും, എല്ലാ സ്കൂളുകളൊന്നും അല്ല, പല സ്കൂളുകളിലും പോർഷൻ തീർക്കാൻ തന്നെ കിടന്ന് പാടുപെടുകയാണ്. പക്ഷേ അധ്യാപകരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പ്രാക്ടിക്കൽസ് ഉണ്ട്, +2 പ്രാക്ടിക്കൽസ് ഉണ്ട്, +1 പോർഷൻ തീർക്കണം. പക്ഷേ തൂത്തുവാരി തീർക്കുകയാണ് പല സ്കൂളുകളിലും. തീർന്നിട്ട് പോലും ഇല്ലാത്ത, നിങ്ങൾക്ക് കുട്ടികൾക്ക് കമൻറ്റ് ഇടുക, തീർന്നിട്ട് പോലും ഇല്ലാത്ത ക്ലാസ്സുകളുണ്ട്. ഈ പേരെഴുതി ബോർഡിൽ മായ്ച്ച് കളഞ്ഞിട്ട് താണ്ടി ചാപ്റ്റർ തീർന്നു പറഞ്ഞ് പോകുന്നിടത്താണ് കുട്ടികളെ വീണ്ടും പരീക്ഷണാവസ്ഥകളാക്കുന്നത്. അന്നേരം ഒരിക്കലും ഈ വർഷം ഇത് നടപ്പിലാക്കരുത്. അതായത് ചോദ്യഘടനയിൽ ഈ വർഷം ഈ മാറ്റങ്ങൾ +1-ലായാലും +2-നായാലും ഈ വർഷം ഈ ചോദ്യഘടന രീതി നടപ്പിലാക്കരുതെന്നാണ് ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ എൻ്റെ അപേക്ഷ. നടപ്പിലാക്കത്തില്ല എന്ന് 100% വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം ഇത് ബാക്കിയുള്ള ഏത് ചാനലുകാർ പറഞ്ഞാലും ഞാൻ അതിനെ എതിർക്കും. കാരണം ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് ആദ്യമേ പറയേണ്ടതാണ്. അല്ലാതെ ലാസ്റ്റിൽ ഇത്രയും ഒരു നിമിഷം പോലും അവർക്ക് റെസ്റ്റ് ഇല്ലാത്ത സമയത്ത് കൊണ്ടുവന്ന് മെൻ്റൽ ഡിപ്രഷനും ഒക്കെ ആക്കി എന്തിനാണിത് ചെയ്യുന്നത്? ആരോടാണ് ചെയ്യുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്യുമ്പോൾ അത് വൃത്തിയായിട്ട് ഒരു അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ സർക്കിളിലൊക്കെ ഇറക്കി ചെയ്ത് അടുത്ത വർഷം ചെയ്തോളൂ. അതിനനുസരിച്ച് അധ്യാപകർ പ്രിപ്പയർഡ് ആയിരിക്കും, വിദ്യാർത്ഥികൾ പ്രിപ്പയർഡ് ആയിരിക്കും. അന്നേരം അത് ഓക്കെ. അല്ലാതെ ഇതിലെ കേരളത്തിലെ കുട്ടികളെല്ലാം തോൽപ്പിക്കാൻ വേണ്ടി എന്തോ കരുതിക്കൂട്ടി ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്ന എനിക്കുണ്ട്. അത് നിങ്ങൾക്കും അഭിപ്രായപ്പെടാം. എന്തായാലും ഇതിലൊക്കെ മാറ്റം വരും. ടൈം ടേബിളിലും അതുപോലെ തന്നെ ചോദ്യഘടനയിലെ മാറ്റങ്ങൾ വലിയ കാര്യമായി കുട്ടികളെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് എളുപ്പമുള്ള ചോദ്യങ്ങൾ വേണമെന്നല്ല. അത് ഈ വീഡിയോ കൊണ്ട് അതുകൊണ്ടല്ല ഉദ്ദേശിക്കുന്നത്. എളുപ്പമുള്ള ചോദ്യങ്ങൾ വേണമെന്നല്ല, പക്ഷേ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി ഈ ലാസ്റ്റ് നിമിഷം കുട്ടികളെ ദ്രോഹിക്കരുതെന്നൊരു അപേക്ഷയാണ് ഇത് കേരളത്തിലെ എല്ലാ കുട്ടികളുടെയും
മുന്നിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു സാന്നിധ്യത്തിലാണ് നമ്മളിത് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും വേണ്ടിയാണ് ഇത് പറയുന്നത്. ഇത് ഉറപ്പായിട്ടും മാക്സിമം കുട്ടികൾ ഷെയർ ചെയ്യുക. അധ്യാപകർക്കും അറിയാം, അധ്യാപകർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അധ്യാപകർ ഒരുപാട് പേര് വിഷമിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ്, ഒരു നല്ലതിന് വേണ്ടിയാണ്. അടുത്ത വർഷം ഇതെല്ലാം ആദ്യമേ തുടങ്ങിയാട്ടെ, എല്ലാം നന്നാകട്ടെ. അന്നേരം നല്ലതിന് എല്ലാ കാര്യത്തിനും പ്രോത്സാഹനം. നമുക്ക് മോശമാണെങ്കിൽ അതിനെ നമുക്ക് എതിർക്കാതെ പറ്റത്തില്ല. നല്ല കാര്യങ്ങളെല്ലാം സർക്കാരും വിദ്യാഭ്യാസവും ഒപ്പം ചെയ്താട്ടെ, എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. എന്തായാലും എല്ലാം നല്ല പോസിറ്റീവായിട്ട് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.